ഇന്നത്തെ കാലത്ത് എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കൾ പഠിച്ച് വലിയവരായി തീരണമെന്ന് ആഗ്രഹമുണ്ട്. ഏതെങ്കിലും കാരണവശാൽ മക്കൾ മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, അവർ വിദ്യാഭ്യാസത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഒരുപാട് ക്ഷുഭിതരാകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ നമ്മൾ കാണുന്നൊരു ഫോട്ടോ അഭിഷേക് എന്ന ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെയാണ്. അദ്ദേഹം കർണാടകയിൽ എല്ലാ വിഷയത്തിലും തോറ്റു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് പേര് അദ്ദേഹത്തിനെ കളിയാക്കിയപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരൻസ് അദ്ദേഹത്തിന് കേക്ക് മുറിച്ച് അദ്ദേഹത്തിനെ അനുമോദിച്ചു എന്നാണ് പറയുന്നത്. കാരണം അവർ പറഞ്ഞിരിക്കുന്ന വലിയ അർത്ഥവത്തായിട്ടുള്ള കാര്യം, നീ എക്സാമിന് മാത്രമേ തോറ്റിട്ടുള്ളൂ, ജീവിതത്തിൽ തോറ്റിട്ടില്ല. എന്നിട്ട് ആ ചെറുപ്പക്കാരന് ഒരുപാട് ധൈര്യം പകർന്നു കൊടുത്തു എന്നാണ് കാണുന്നത്. അപ്പോൾ അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. സിനിമാ നടൻ അല്ലു അർജുൻ സിനിമയിൽ വലിയവനായി തീർന്നതിന് ശേഷം ഒരു ദിവസം ഒരു സ്റ്റേജിൽ വന്നപ്പോൾ അദ്ദേഹത്തിനെ പഠിപ്പിച്ച ഒരു ടീച്ചർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് അദ്ദേഹം ടീച്ചറുമായിട്ട് ബാല്യകാലത്തിൽ സംസാരിച്ചിട്ടുള്ള ചില വാക്കുകൾ അവരോട് പറഞ്ഞു. അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അല്ലു അർജുൻ ചെറുപ്പത്തിൽ പഠിക്കാൻ വളരെ മോശപ്പെട്ടവനായിരുന്നു. അപ്പോൾ ടീച്ചർ അല്ലു അർജുൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: അർജുൻ, വിജയമെന്ന് പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, ജീവിതത്തിലെ വിജയമെന്ന് പറഞ്ഞിരിക്കുന്നത് വേറെ പല മേഖലയിലും ആകാം. വിദ്യാഭ്യാസത്തിൽ മാത്രം ഒരാൾ വിജയിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയവനായി തീരുമെന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് അധ്യാപകന്മാരുണ്ട്, മാതാപിതാക്കളുണ്ട്. അത് ശുദ്ധമായിട്ടുള്ള പൊട്ടത്തരമാണ്. കാരണം അല്ലു അർജുനെക്കുറിച്ച് പറഞ്ഞത് അപ്രകാരം തന്നെ സംഭവിച്ചു. വിദ്യാഭ്യാസമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സിനിമാ മേഖലയിൽ അദ്ദേഹം ശോഭിച്ചു. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മുൻനിര നടന്മാരിൽ ഒരാളാണ്. 300 കോടി രൂപയാണ് ഒരു സിനിമയിൽ ശമ്പളം വാങ്ങുന്നത്. അപ്പോൾ 10ാം ക്ലാസ് തോറ്റ് തുന്നം പാടിയിട്ട് കോടീശ്വരന്മാരായിട്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. 4ാം ക്ലാസ്സും ഗുസ്തിയായിട്ട് രാഷ്ട്രീയ ഉന്നതമായ തലങ്ങളിൽ എത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ ജീവിതത്തിൽ ഒരുപാട് മണ്ഡലങ്ങൾ കീഴടക്കി ഒരുപാട് ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ തലപ്പത്തെത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ അവരുടെ ഒരുപാട് പിമ്പിലായി. നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം പേരും വിദ്യാഭ്യാസ രോഗികളാണ്. അവർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. കാരണം വേറൊരു പോംവഴി അവർക്കില്ല, അവർ കാണുന്നില്ല, അതുകൊണ്ടാണ്. എന്നാൽ അപ്രകാരമല്ല, വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് പരീക്ഷയിൽ തോറ്റു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ ജീവിതത്തിൽ തോറ്റു എന്നുള്ളതല്ല, അത് പരീക്ഷയിൽ തോറ്റു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു സമീപനത്തിൽ നമുക്കതിനെ കാണാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ തോൽവിനെ വിജയത്തിന് മുന്നോടിയായിട്ട് കണ്ടിട്ട് ജീവിതത്തിൽ മറ്റു പല പടവുകളിൽ ചവിട്ടി മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നിരാശപ്പെട്ടിരിക്കും, വിഷാദരോഗം വരും, ആത്മഹത്യ പ്രവണതയിലേക്ക് കിടക്കും, അവസാനം മരിക്കേണ്ടി വരും. ഇതൊരുപാട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്.